നിങ്ങൾ ഇവിടുത്തെ ഹിന്ദു നിങ്ങൾക്ക് പറയണ്ടേ? അപ്പം പറയുമ്പോൾ അടക്കുക ഹിന്ദു തീവ്രവാദ ഫാസിസ്റ്റുകൾ നിങ്ങളതാ. ഈ ഫാസിസത്തോട് പൊരുതുന്നവരൊക്കെ കുത്തിത്തിരിപ്പുകാരാ. നിങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നതായ ഒരു രാമരാജ്യം ഉണ്ടല്ലോ, ആ രാജ്യത്ത് ഇവിടുത്തെ ഹിന്ദുക്കളുടെ അവസ്ഥ എന്തായിരിക്കും? ഹിന്ദുക്കളുടെ അവശ്യ വിഭാഗങ്ങളോട് നിങ്ങൾ പെരുമാറുക എങ്ങനെയായിരിക്കും? ഇവിടുത്തെ ഈ ഹിന്ദുക്കളിൽപ്പെട്ടതായ സവർണരല്ലാത്ത ആവർണരോടുള്ള നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും? കഴിഞ്ഞ ആഴ്ചയാണല്ലോ തമിഴ്നാട്ടിൽ ആവർണർ കയറിയത് ക്ഷേത്രത്തിൽ, പിന്നെ സവർണർ കയറില്ല എന്ന് പറഞ്ഞത്. അതല്ലേ നിങ്ങളുള്ളത്? അപ്പോൾ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ രാമരാജ്യം ഉണ്ടല്ലോ, ആ രാമരാജ്യത്ത് എങ്ങനെയായിരിക്കും? ഞാൻ നിങ്ങൾ പത്രത്തിൽ വന്നതല്ലേ, ഫ്രണ്ട് പേജിൽ അവർണർ ഇതായതുകൊണ്ട് ക്ഷേത്രത്തിൽ കയറുക. അപ്പം ആ ജാതീയത, ആ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ഇതെല്ലാം അടങ്ങിയതായ ഒരു സംവിധാനം ഇവിടെ പുനരാവിഷ്കരിക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നു. അതിന് മുമ്പിലുള്ള തടസ്സം മുസ്ലിങ്ങളുടെ ഇസ്ലാം മതമാണ്. അതായത് അവർ ഐക്യത്തിൽ വിശ്വസിക്കുന്നു, സാഹോദര്യത്തിൽ വിശ്വസിക്കുന്നു. ഹിന്ദുവും മുസ്ലിമും മറ്റേ ആരാലും അവരുടെ കുല്ലുക്കുമിൻ ആദം എന്ന് പറയുന്ന ഒരാളിൽ നിന്നുണ്ടാണ്. ആദം തുറാം, ആദം മണ്ണ് കൊണ്ടാണ്. അതുകൊണ്ട് മനുഷ്യന്മാരെല്ലാം സമന്മാരാണ്. ഈ സമത്വം പറയട്ടെ, താങ്കൾക്ക് പിന്നെ പറയാം, ഈ സമത്വം ഇവിടെ ഉദ്ഘോഷിക്കുന്നത് കൊണ്ട് ഇസ്ലാമിലേക്ക് നിങ്ങൾ എന്തെല്ലാം അപവാദങ്ങളും എന്തെല്ലാം 24 മണിക്കൂർ ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, പെൺകുട്ടികൾ ഡ്രൈവ് ചെയ്യാൻ പാടില്ല. എൻ്റെ 4 മരുമക്കളുണ്ട്, 4 ആൺകുട്ടികളും ഇവിടെ ഭാര്യമാരും 4 ആളും ഡ്രൈവ് ചെയ്യുന്നവരാണ്. 4 കാറുണ്ട്. വേണമെങ്കിൽ രാവിലെ ഫോട്ടോ എടുത്ത് അയച്ചു തരാം. എന്തും എന്ന് വിളിച്ച് പറയാം, പെൺകുട്ടികൾക്ക് ഡ്രൈവ് ചെയ്യാൻ. കോഴിക്കോട് നഗരം കണ്ടണോ ആ പറഞ്ഞ കക്ഷി? കോഴിക്കോട് നഗരത്തിൽ ഭൂരിഭാഗം ഡ്രൈവർമാർ എങ്ങനെ അതെവിടെയുള്ളത്? അതെവിടെയുള്ളത് പറ. പെൺകുട്ടികൾക്ക് ഡ്രൈവ് ചെയ്യാൻ പാടില്ല. ഓരോന്ന് പറയാ. സ്ത്രീ വിരുദ്ധമായ ഒന്നും താങ്കൾ കാണിച്ചു തരാൻ കഴിയില്ല. പുരുഷന് സ്ത്രീയെ ഒഴിവാക്കാൻ അനുവാദമുണ്ട്. അതൊക്കെ പറയട്ടെ. ഞാൻ പറഞ്ഞ ഉദാഹരണം പുരുഷൻ, ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. ഞാൻ പറയുമ്പോൾ താങ്കൾ വായടക്കുക. മറ്റുള്ളവർ സൗദിയൊക്കെ അതിൻ്റെതായ ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ടോ? അല്ല, അതുപോലെ എന്തെല്ലാം ഇവിടെ അനുവാദം ഇല്ലാത്തതുണ്ട്, എല്ലാം അനുവദിക്കുന്നുണ്ട്. ഇവിടെ അയക്കട്ടെ, ചർച്ച അങ്ങോട്ട് നീണ്ടു. ചർച്ച ഞാൻ മതിയാക്കി താങ്കൾ ചെയ്തപ്പോ താങ്കളോട് ഇങ്ങനെ ഒച്ചിട്ടിട്ട് നേരത്തെ പറഞ്ഞതിന് മറുപടി പറഞ്ഞ് കഴിഞ്ഞിട്ട് ചോദിച്ചോ? നേരത്തെ കുറെ വിവരക്കേട് പറഞ്ഞല്ലോ ഇസ്ലാമിനെ പറ്റി കുറെ അസംബന്ധങ്ങൾ ഇവിടെ നേരത്തെ അയാൾ പറഞ്ഞു കഴിഞ്ഞു. അത് അതിനിടെ ഗുരുമൂർത്തിനെ കൊണ്ടുവരിക. ശ്രീ ഓ അബ്ദുള്ള വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാണ്.